നമസ്കാരം. ഇത് നമ്മളൊരു പെട്ടെന്ന് ഉണ്ടാക്കുന്ന മാങ്ങാക്കറി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അധികം 3 ദിവസത്തിൻ്റെ ഉള്ളിൽ കൂട്ടിക്കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. മാങ്ങ ഒരു ഇടത്തരം മാങ്ങ എടുത്തിട്ട് 2 മാങ്ങ എടുത്ത് നന്നായി ചെറുതാക്കി നുറുക്കുക. എന്നിട്ട് എരിവിന് ആവശ്യത്തിനുള്ള മുളക്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കരിവേപ്പില നന്നായി ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ. ഇതാണ് ഇതിൻ്റെ സാധനങ്ങളുള്ളത്. നമുക്ക് നോക്കാം. ഇത് 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ നന്നായി നുറുക്കി 2 സ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളകല്ല, നമ്മൾ സാധാരണ മുളക് പൊടിയാണ്. അത് 1 സ്പൂൺ, ചെറിയ സ്പൂൺ ഉപ്പ് ആവശ്യത്തിനാവും. നമുക്ക് നോക്കിയിട്ട് പിന്നെ വേണ്ടതുണ്ടെങ്കിൽ ഇടാം. പിന്നെ കരിവേപ്പില കുറച്ച് നന്നായി ഞെരടി ഇടുക. എന്നിട്ട് ഇളക്കി കുറച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ, അധികമാവാൻ പാടില്ല. വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് വരുന്നത്രയേ ഉള്ളൂ. ഞാനിതിൽ 3 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുകയാണ്. നന്നായി ഇളക്കി ഇത് നമ്മൾ ശരിക്കും നന്നായി മിക്സ് ചെയ്യണം. മിക്സിങ്ങിലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് ഉപ്പും എരിവും നമുക്ക് നോക്കിയിട്ട് ഉപ്പ് പാകമാണോ, എരിവ് ശരിയായോ നോക്കിയിട്ട് ഇപ്പം മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ പാകമായോ. കുറച്ചും കൂടി ഉപ്പ് വേണം. 1 സ്പൂണും കൂടി ഉപ്പ് ഇട്ടു. ഇപ്പോൾ ചിലർക്ക് എരിവ് കുറച്ചും കൂടി വേണമായിരിക്കും, എരിവ് എടുക്കണം. 1 സ്പൂണും കൂടി മുളക് ഇട്ട് ഇനി അതിലേക്ക് ഒരു 2 സ്പൂണും കൂടി, 5 ടേബിൾ സ്പൂൺ ആയിട്ടോ വെളിച്ചെണ്ണ, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഉപ്പ്. ഇപ്പോൾ കണ്ടില്ലേ, നന്നായി വന്നു. എല്ലാം കൂടി മിക്സായി. എന്നിട്ട് ഇതാ കഴിഞ്ഞു, അച്ചാറായി. ഇനി എല്ലാവരും നോക്കൊണ്ട്, ടേസ്റ്റ് നോക്കൊണ്ട്. 2-3 ദിവസത്തേക്കുള്ളതാണിത് കേട്ടോ. നന്നായി ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ വെറുതെ ടേസ്റ്റ് ഉണ്ടാക്കി നോക്കൂ. ചോറിക്കും ഇഡ്ഡലി, ദോശ കഴിക്കുമ്പോൾ വെറുതെ ഒന്ന് കടിച്ച് തിന്നാൻ രസമായിരിക്കും ഇത്. എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യും വേണം കേട്ടോ. താങ്ക് യു.